മലപ്പുറം നിലമ്പൂർ കവളപ്പാറ വനത്തിൽ അവശനിലയിൽ കഴിയുന്ന കാട്ടാനയ്ക്ക് ഗുരുതര പരിക്ക്. കാലിലും വാലിലും വലിയ മുറിവുകളുണ്ട്. വനംവകുപ്പ് ഡോക്ടർമാർ മരുന്ന് വെച്ച് നൽകുന്നുണ്ടെങ്കിലും ആന അവശനിലയിൽ തന്നെയാണ്. ആനയുടെ ദൃശ്യങ്ങൾ ന്യൂസ് മലയാളത്തിന് ലഭിച്ചു. ഏകദേശം 10 ദിവസത്തോളമായി ആന അവിടെ ഒരു ഇലക്ട്രിക് പോസ്റ്റ് തള്ളിയിട്ട് പിന്നെ പോസ്റ്റ് കൊണ്ടിട്ടാണ് ഇതിന് പരിക്കേറ്റെന്ന് തോന്നുന്നത്. വാലിൻ്റെ മുറിവൊക്കെ എങ്ങനെ കാണുന്നത്. പിന്നെ ഫോറസ്റ്റുകാർ എല്ലാ ദിവസവും തന്നെ അവർ വരുന്നുണ്ട്, അവർ നോക്കുന്നുണ്ട്. ഇന്നിപ്പം മരുന്നൊക്കെ അവർ എറിഞ്ഞ് ചക്കക്കുള്ളിലൊക്കെ ആക്കിയിട്ട് എറിഞ്ഞിട്ട് കൊടുത്തായിരുന്നു. അത് കുറേ തിന്ന് കുറേ തുപ്പിക്കളഞ്ഞു. അങ്ങനെ കുറച്ചൊക്കെ മരുന്ന് അതിനുള്ളിൽ കയറിയിട്ടുണ്ട്. ആദ്യം കാണുന്നേക്കാളും കുറച്ചൊരു നടക്കാൻ ബെറ്റർ ആയിട്ടുണ്ട്. പിന്നെ ഇപ്പം അങ്ങനെ ഇത് ചെയ്യുന്നൊന്നുമില്ല, ശല്യം ചെയ്യുന്നൊന്നുമില്ല, ആകാരത്തേക്ക് ഓടി വരുന്നൊന്നുമില്ല. തിരിഞ്ഞു നിൽക്കും. പിന്നെ മണത്തോളം മറ്റേ ആകാരത്തിൽ ചാടി വരുമായിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി മലപ്പുറത്ത് നിന്ന് ശാന്തകുമാർ വെള്ളാലത്ത് നമുക്കൊപ്പം ചേരുകയാണ്. ശാന്തകുമാർ, ഈ ആനയുടെ ആരോഗ്യസ്ഥിതി വനംവകുപ്പ് അവസാനം പരിശോധിച്ചപ്പോൾ എങ്ങനെയാണ്? മാത്രമല്ല, ഈ ആന ഏതെങ്കിലും തരത്തിൽ അക്രമകാരി ആകുന്നുണ്ടോ? ജനവാസ മേഖലയ്ക്ക് അടുത്താണോ ഈ ആന നിലയുറപ്പിച്ചിട്ടുള്ളത്? ബിനിൽ, തീർച്ചയായും കഴിഞ്ഞ 10 ദിവസമായി ആന ജനവാസ മേഖലയ്ക്ക് അരികിൽ തന്നെയാണ്. അത് കഴിഞ്ഞ 10 ദിവസത്തോളമായി ആനയെ വനംവകുപ്പും 2 ഡോക്ടർമാരും നിരീക്ഷിച്ചു വരുന്നുമുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ഈ ആനയ്ക്ക് ചക്കയിൽ മരുന്ന് നൽകുന്ന ഇത് തുടങ്ങിയിട്ടുള്ളത്. കാരണം ആന നേരത്തെ മരുന്ന് നൽകുന്നത് പൈനാപ്പിൾ ആയിരുന്നു, പക്ഷെ അത് ആന കഴിക്കാൻ തയ്യാറായിരുന്നില്ല. പിന്നീട് അത് ചക്കയിൽ നൽകുന്ന സാഹചര്യമുണ്ടായി. ഇപ്പോൾ ചക്കയിൽ മരുന്ന് നൽകുമ്പോൾ അത് കഴിക്കുന്നു. പക്ഷേ ഈ ആനയ്ക്ക് 2 മുറിവുകളും വലിയ ഗുരുതര മുറിവുകളാണ്, വലിയ മുറിവുകളാണ്. ഈ മുറിവുകൾ ആനയെ തളച്ചതിന് ശേഷം അല്ലെങ്കിൽ മയക്കുവെടിച്ചതിന് ശേഷം അവയെ കൂടുതൽ ശുശ്രൂഷിക്കേണ്ട അവസ്ഥയിലേക്കും എത്തിയിട്ടുണ്ട്. അത് വനംവകുപ്പ് അതിനെക്കുറിച്ചും ആലോചിച്ചു വരികയാണ്. എന്തായാലും നേരത്തെ ഈ ആന അക്രമ സ്വഭാവം കാണിച്ചിരുന്നു. ഇപ്പോൾ അതില്ല എന്നുള്ളതൊരു ആശങ്ക മാത്രമാണ് ഏറെ ആശ്വാസകരം. പക്ഷേ ഈ ആന ജനവാസ മേഖലയിൽ തന്നെ തുടരുകയാണ്. ഇപ്പോഴും ഈ ആന നിൽക്കുന്നത് ഒരു സ്വകാര്യ വ്യക്തിയുടെ വളപ്പിനോട് ചേർന്നുള്ള സ്ഥലത്താണ്, വനവകുപ്പിൻ്റെ സ്ഥലത്താണ് നിൽക്കുന്നത്. പക്ഷേ ഇത് ജനവാസ മേഖലയിൽ നിന്നും മാറാത്തതും തുടർന്നും ഈ ആന അക്രമ സ്വഭാവം കാണിക്കും എന്നുള്ള ആശങ്കയുമുണ്ട്. പക്ഷേ ഈ ആന ഇപ്പോൾ തുടരുന്നത് ഏറെ ആശങ്കയുണ്ടാക്കുന്ന ഒന്ന് തന്നെയാണെന്ന് നാട്ടുകാരും പറയുന്നത്. ബിനിൽ, ഓക്കെ, താങ്ക് യു. ശാന്തകുമാർ വെള്ളാലത്താണ് വിവരങ്ങൾ നൽകിയത്. അവശനിലയിൽ കണ്ടെത്തിയ കാട്ടാനയ്ക്ക് ഗുരുതരമായ പരിക്കുണ്ട്. കണ്ടെത്തിയത് കവളപ്പാറയിലെ വനത്തിൽ ആണ്. ആ കൊമ്പെല്ലാം വളർന്നിട്ടുള്ള ആന പോസ്റ്റ് തള്ളിയിടുന്നതിനിടയിലാണ് കാലിലും വാലിലും പരിക്കേറ്റിട്ടുള്ളത്. ഇത് ഗുരുതരമായ പരിക്കാണ്. ഏതെങ്കിലും തരത്തിൽ ആന അക്രമകാരിയാകുമോ എന്നൊരു ആശങ്ക കൂടി ഇപ്പോൾ നാട്ടുകാർ പങ്കുവെക്കുകയാണ്.